ഈമാൻ എന്നതിൻ്റെ വിവക്ഷയെന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ദീനിൽപ്പെട്ടതാണെന്ന് അനിഷേധ്യമായി അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യലാണ് ഈമാൻ. അനിഷേധ്യമായി അറിയപ്പെട്ടത് എന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഉത്തരം: ഇസ്ലാം ദീനിൻ്റെ ഭാഗമെന്നതിൽ മുസ്ലിം വിഭാഗങ്ങളിലാർക്കും തർക്കമില്ലാത്തതും പണ്ഡിതന്മാർക്കെന്നതുപോലെ സാധാരണക്കാർക്കും അറിയുന്നതുമായ കാര്യങ്ങൾക്കാണ് ദീനിലുള്ളത് അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിൽ ഉസൂൽ, അതായത് വിശ്വാസപരം, ഫുറൂഅ്, ശാഖാപരം എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ടല്ലോ. അവ വേർതിരിക്കാനുള്ള മാനദണ്ഡമെന്ത്? ഉത്തരം: വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും നസ്സ്, മുജ്തഹിദുകളുടെ ഏകോപനം എന്നീ 3 ഖണ്ഡിത പ്രമാണങ്ങൾ മുഖേന തെളിഞ്ഞതെല്ലാം ദീനിൻ്റെ ഉസൂലാണ്. പ്രസ്തുത പ്രമാണങ്ങൾ മുഖേന തെളിയാത്തതും എന്നാൽ മറ്റു തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതുമായ കർമ്മപരമായ കാര്യങ്ങൾക്ക് ദീനിൻ്റെ ഫുറൂഅ് എന്ന് പറയും. തൗഹീദ് എന്നതിൻ്റെ നിർവചനമെന്ത്? ഉത്തരം: അള്ളാഹു തൻ്റെ തിരുസാത്തിലും ഗുണങ്ങളിലും പ്രവൃത്തികളിലുമെല്ലാം ഏകനാണെന്ന് വിശ്വസിക്കലാണ് തൗഹീദിൻ്റെ നിർവചനം. കുഫർ എന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഉത്തരം: ഈമാനിൻ്റെ വിപരീതമാണ് കുഫർ. വിശ്വസിക്കൽ നിർബന്ധമായ അനിഷേധ്യ സത്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അംഗീകരിക്കാതിരിക്കലാണ് കുഫർ. ഷിർക്കിൻ്റെ നിർവചനമെന്ത്? ഉത്തരം: തൗഹീദിൻ്റെ വിപരീതമാണ് ഷിർക്ക്. അള്ളാഹുവിനെ കൂറുകാരനുണ്ടെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക്. 2 രീതിയിൽ മാത്രമേ ഷിർക്ക് വരികയുള്ളൂ. 1. അള്ളാഹുവിനെ പോലെ ഉള്ളവനാവൽ അനിവാര്യമായ വേറെയും ഇലാഹുകളുണ്ടെന്ന് വിശ്വസിക്കുക. 2. അള്ളാഹുവിന് പുറമെ ആരാധന ചെയ്യപ്പെടാൻ അർഹരായി വേറെയും ദൈവങ്ങളിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇസ്മുൽ അഅ്ളം ഏതാണ്? ഉത്തരം: പല അഭിപ്രായങ്ങളുമുണ്ട്. അള്ളാഹു എന്ന നാമമാണെന്നാണ് പ്രബലം. യാ ഹയ്യു യാ ഖയ്യൂം ആണെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം: അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കലാണ് ഇബാദത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ ശരിയായ അർത്ഥമെന്ത്? ഉത്തരം: സത്യമായും ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്നും അവനല്ലാതെ മറ്റാരുമില്ലെന്നുമുള്ള വിശ്വാസവുമാണ് കലിമത്ത് തൗഹീദ് അറിയിച്ചു തരുന്നത്. ഷിർക്കും കുഫറും തമ്മിലുള്ള അന്തരമെന്ത്? ഉത്തരം: അള്ളാഹുവിന് കൂറുകാരനെ സ്ഥാപിക്കലാണ് ഷിർക്ക്. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കലാണ് കുഫർ. അള്ളാഹുവിനെ വിശ്വാസമില്ലാത്തവനെക്കുറിച്ച് ഷിർക്ക് ചെയ്തവൻ എന്ന് പറയില്ല, കാഫിർ എന്ന് പറയും. അള്ളാഹുവിനെക്കുറിച്ച് അഹ്ലുസുന്നയുടെ വിശ്വാസമെന്ത്? ഉത്തരം: അള്ളാഹു മറ്റൊന്നിനോടും ഒരു വിധേനയും സാദൃശ്യമില്ലെന്നും പൂർണ്ണതയുടെ ഗുണങ്ങളെല്ലാം അവനുണ്ടെന്നും വിശ്വസിക്കലാണ് യഥാർത്ഥ വിശ്വാസം.